കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ഈ കംപ്ലൈന്റ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ആ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച കംപ്ലൈന്റിനുള്ള തുടർ നടപടി എന്ന നിലയ്ക്കാണ് ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CEO KM എബ്രഹാം, അതോടൊപ്പം തന്നെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ്. കിഫ്ബിക്കും നോട്ടീസ് പോയിട്ടുണ്ട്. 2019 മസാല ബോണ്ട് ഇറക്കിയത്. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റും വഴിയാണ് മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിച്ചത്. ആ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്കും മറ്റുമൊക്കെയാണ് ഉപയോഗിച്ചത് എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ രേഖകളടക്കം, കിഫ്ബിയുടെ രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് ഇതിൽ അന്വേഷണം പൂർത്തിയാക്കി കംപ്ലൈന്റ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ED പറയുന്നത് ഇതിൽ ചട്ടലംഘനമുണ്ട് എന്നതാണ്. അതായത് ഈ ഫണ്ട് സമാഹരണം, വിനിയോഗം അത് വിദേശത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടത്തിയത്, അതിൽ ചട്ടലംഘനമുണ്ട് എന്നതാണ് EDയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ സമാഹരിച്ച പണത്തിൽ നിന്ന് ഏകദേശം 466 കോടിയോളം രൂപ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് പർച്ചേസ് നടത്തി, ഭൂമി വാങ്ങി, അത് ചട്ടലംഘനമാണ് എന്നും ED പറയുന്നു. RBIയുടെ അടക്കം ഡയറക്ഷന് വിരുദ്ധമാണ് എന്നതാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും ഇതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ആ കംപ്ലൈന്റ് പോയിരിക്കുന്നതും അതിലാണ് ഇപ്പോൾ ഷോക്കോസ് വരികയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തോമസ് ഐസക്കിന് 2 തവണ ED നോട്ടീസ് കൈമാറിയിരുന്നെങ്കിലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സർക്കാർ പറയുന്നത് RBIയുടെ അനുമതിയോടുകൂടിയാണ് ഈ മസാല ബോണ്ട് ഇറക്കിയത്, നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മറുപടി ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി പരിശോധിക്കും. അതിനുശേഷം ED അന്വേഷണ സംഘത്തോടും കാര്യങ്ങൾ ചോദിക്കും. തുടർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തും. EDയുടെ ഈ കംപ്ലൈന്റ്, അതായത് റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എതിർകക്ഷികൾക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് എതിരെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടി ഉണ്ടാകും. നടപടി എന്ന് പറയുന്നത് കിഫ്ബിയിൽ നിന്നടക്കം ഫൈൻ ഈടാക്കുക, ഏകദേശം 300% വരെ, സമാഹരിച്ച തുകയുടെ 300% വരെ ഫൈൻ ഈടാക്കാം എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ എതിർകക്ഷികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധികൾ മുഖേനയോ അഭിഭാഷകർ മുഖേനയോ അവരുടെ നിലപാട് അറിയിക്കാം. മാത്രമല്ല, അവർക്ക് ഈ നടപടിക്കെതിരെ കോടതിയെ പോകാനും അവസരം ഉണ്ട്. എന്തായാലും ഇത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കൊടുക്കുന്ന നോട്ടീസ് അല്ല, മറിച്ച് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുക്കുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും കിഫ്ബിക്ക് ഇപ്പോൾ ED നോട്ടീസ് വരുന്നത് ആദ്യമായിട്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ് മോഹൻ ചേരുകയാണ്. അഭിലാഷ്, ഈ ED വരുന്നു, നോട്ടീസ് അയക്കുന്നു എന്നുള്ളത് നമ്മൾ പല ഊരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐസക് തന്നെ പറയുന്ന മനസ്സില്ല, പോകാൻ ഹാജരാക്കാൻ മനസ്സില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ED നോട്ടീസ് അയക്കുന്നു, പിന്നീട് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പതിവ്. ഈ നോട്ടീസിൽ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസിൽ ഉൾപ്പെടെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കണം? ഇപ്പോൾ അക്ഷയ, നമ്മൾ കലണ്ടർ നോക്കാതെ തന്നെ വിഷു ആകാറായി എന്നറിയുന്നത് വഴിയോരത്തൊക്കെ കണിക്കൊന്ന പൂത്തു നിൽക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പായി എന്ന് അറിയുന്നത് ഈ EDയുടെ നോട്ടീസ് വരുമ്പോഴാണ്, ED വരുമ്പോഴാണ്. 2019 ആണ് ഈ മസാല ബോണ്ട് ഇറക്കിയത്. 2020 തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ എക്സർസൈസ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ED നോട്ടീസ് അയച്ചു. മുമ്പ് കിഫ്ബിക്ക് നോട്ടീസ് അയച്ചിരുന്നു. KM എബ്രഹാം അടക്കമുള്ള കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാവുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ ഹരാസ് ചെയ്തു എന്നതടക്കം, അതായത് കൂടുതൽ നേരം ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ചു എന്നതടക്കമുള്ള പരാതികൾ കിഫ്ബിയുടെ ജീവനക്കാർ ഉന്നയിക്കുകയൊക്കെ ചെയ്തു. ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, ഡോക്ടർ TM തോമസ് ഐസക്കിന് ധനമന്ത്രിക്ക് ED നോട്ടീസ് അയച്ചു. ED നോട്ടീസ് അയച്ചപ്പോൾ അതിൽ തോമസ് ഐസക് ഹാജരായില്ല. പകരം അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതി EDയോട് ചോദിച്ചു, എന്തിന് ഹാജരാവണം, എന്തുകൊണ്ട് ധനമന്ത്രി തോമസ് ഐസക് ഹാജരാകണം എന്ന കാര്യം ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ EDക്ക് കഴിഞ്ഞില്ല. അതായത് സാധാരണ നിലയ്ക്ക് ED നോട്ടീസ് കൊടുത്താൽ EDയുടെ മുമ്പിൽ, ED സമോൺ ചെയ്താൽ EDക്ക് മുമ്പിൽ വന്ന് മൊഴി കൊടുക്കുക എന്നുള്ളതാണല്ലോ. തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചപ്പോൾ, ഈ കേസിൽ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചപ്പോൾ തോമസ് ഐസക് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി EDയോട് എന്തിനാണ് നിങ്ങൾ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഹാജരാകണം എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ, എന്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്ക് ഈ EDക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ED ആ ശ്രമം അവസാനിപ്പിച്ചു. ഈ കേസ് അവസാനിപ്പിച്ചു. ഈ കേസ് കഴിഞ്ഞു. ഇപ്പോൾ ഈ കേസിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച്, ആ റിപ്പോർട്ടിൽ പറയുന്നത് ഫെമ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ചിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് ഹാജരാകാനുള്ള നോട്ടീസല്ല. ഈ നോട്ടീസ് അനുസരിച്ച് ഇതൊരു സമൻസ് അല്ല, ഇത് പോയി മൊഴി കൊടുക്കേണ്ട കാര്യമല്ല, മറിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ ഈ ഇഡിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം കൊടുക്കണം. അത് മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കേണ്ടതല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊടുത്താൽ മതി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പോൾ KM എബ്രഹാമിനും തോമസ് ഐസക്കിനും പിണറായി വിജയനുമാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഇവർ ഇത് ബോധിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അതല്ലാതെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ വരുമൊന്നും വേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, മുഖ്യമന്ത്രിക്ക് നോട്ടീസ്, ഇതിപ്പോൾ വാർത്ത വരുമ്പോൾ പോലും എനിക്ക് സാധാരണക്കാർ പോലും ഞെട്ടലോടെ നോട്ടീസോ ഇഡിയുടെ നോട്ടീസോ വിചാരിക്കില്ല. ഇഡി എന്നൊക്കെ വിചാരിച്ച് പേടിച്ചെടുത്തതെന്നും ഇഡി ഇങ്ങനെ നോട്ടീസ് അയക്കാൻ മാത്രമുള്ള ഒരു സംവിധാനമാണോ എന്ന് മലയാളിക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ള ഇഡിയുടെ പ്രവർത്തനം ചെന്നെത്തുന്നുണ്ട് എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഭൂമി വാങ്ങാൻ വേണ്ടി പണം ഉപയോഗിച്ചു, മസാല ബോണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്, മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചു എന്നുള്ളതാണ് ഇഡി പറയുന്നത്. അതിൽ തന്നെ ഈ CPM പ്രൊഫൈലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം, ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിട്ട് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചു എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ ഇഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. അല്ല ഒന്ന് ഇപ്പോൾ മസാല ബോണ്ടിനെ സംബന്ധിച്ച് നമുക്ക് വിമർശനങ്ങളുണ്ട്. ഞാൻ അത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാം. ഇവിടെ ഇപ്പോൾ ഈ ഫെമ വയലേഷനാണ് ഇഡി ആരോപിച്ചിരിക്കുന്നത്. ഇഡി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ലാൻഡ് പർച്ചേസിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചു, അതായത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മസാല ബോണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോവിംഗ് ആണ്. നമ്മൾ വായ്പ എടുക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ഇവിടെ 9.72% പലിശയ്ക്കാണ് വിദേശ മാർക്കറ്റിൽ നിന്ന് ഈ മസാല ബോണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പണം എന്തിനാണ്? കിഫ്ബിയുടെ പണം എന്തിനാണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. കിഫ്ബി എന്ന സംവിധാനം എന്ന് പറയുന്നത് ഈ 2016 കിഫ്ബി നിയമ ഭേദഗതിക്ക് ശേഷം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത് പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ്. അതായത് എക്സ്ട്രാ ബഡ്ജറ്റ് ബോറോവിംഗ് ആണ്. ബജറ്റ് വഴി ബോറോ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അത് FRBM ആക്ടിൻ്റെ പരിധിയിൽ വരും. ഇപ്പോൾ ഈ കിഫ്ബി വഴിയുള്ള ബോറോവിംഗ് അതിൻ്റെ പരിധിയിൽപ്പെടുത്തി. ഞാൻ പറയുന്നത് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ്, അതായത് 2016, 2021 കാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഓഫ് ബജറ്റ് ബോറോവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ് ഈ സംവിധാനത്തെ കിഫ്ബിയെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തിനാണ് കിഫ്ബി വായ്പ എടുക്കുന്നത്? അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ദേശീയപാത വികസനം നടക്കുകയല്ലേ. ഇപ്പോൾ ദേശീയപാത ഏതാണ്ട് അതിൻ്റെ നിയർ കംപ്ലീഷനിലെത്തി. ദേശീയപാത വികസനത്തിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് ഈ കിഫ്ബി വഴി പണം ഉപയോഗിച്ചാണ്. 5000 കോടി രൂപയാണ് ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പിന് വിനിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മസാല ബോണ്ട് വഴി എടുത്ത പണം ലാൻഡ് പർച്ചേസ് അല്ല, അത് ലാൻഡ് അക്വിസിഷനാണ്. ഇപ്പോൾ സർക്കാർ ലാൻഡ് അക്വയർ ചെയ്യല്ലേ ചെയ്യുന്നത്, ലാൻഡ് അക്വിസിഷനാണ്. അപ്പോൾ അത് നിങ്ങൾ മസാല ബോണ്ട് വഴി എടുത്ത പണം കൊണ്ട് ഒരു പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തു എന്നുള്ളത് ഒരു വലിയ കുറ്റമാവില്ല. ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ ടെക്നിക്കാലിറ്റി അനുസരിച്ചല്ല, ധാർമ്മികമായോ രാഷ്ട്രീയമായോ അതൊരു കുറ്റമായി മാറില്ല. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫെമ വയലേഷനോ RBIയുടെ റൂൾസ്, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആരാണ് മസാല ബോണ്ട് ഇറക്കാൻ അനുമതി നൽകേണ്ടത്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലാതെ ചുമ്മാ ഒരു സ്റ്റേറ്റ് കോർപ്പറേറ്റ് ആണ്. അതിന് പോയിട്ട് വിദേശ വിപണിയിൽ നിന്ന് പണം എടുക്കാൻ കഴിയില്ല. അതിന് RBIയുടെ അനുമതി വേണം. RBIയുടെ അനുമതി എന്ന് പറയുമ്പോൾ ഓരോ മാസവും ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം പൂർണ്ണമായും അതിൻ്റെ പലിശ സഹിതം തിരിച്ചടച്ചു കഴിഞ്ഞു. എവറി മന്ത് ഓരോ മാസവും RBIക്ക് ഈ പണം വിനിയോഗം സംബന്ധിച്ച്, ധനവിനിയോഗം സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ എവറി മന്ത് ഫയൽ ചെയ്തു. എവിടെയും RBIക്ക് ഒരു ഒബ്ജക്ഷനും ഉണ്ടായിട്ടില്ല. അതായത് RBIയുടെ അനുമതിയോടുകൂടിയാണ് മസാല ബോണ്ട് ഇറക്കിയത്. 1. 2, ആ മസാല ബോണ്ട് വഴി പണം സ്വീകരിച്ചതിന് ശേഷം ധനവിനിയോഗം സംബന്ധിച്ച് എല്ലാ മാസവും RBIക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ധനവിനിയോഗം സംബന്ധിച്ച് ഇതുവരെയും എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും RBIക്ക് ഒരു ഒബ്ജക്ഷനും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ നിയമലംഘനം എന്ന് പറയുന്നത് നമ്മൾ ഈ സൂചിക്കുഴയിലൂടെ ഇങ്ങനെ നോക്കുന്നത് പോലെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കേസ് ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്ന് കരുതുക വയ്യ. സർക്കാരിനത് വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, എന്തിന് മസാല ബോണ്ട് ഇറക്കി? മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ വിദേശ വിപണിയിൽ നിന്ന് പണം കടമെടുക്കാനാണ് ഇത്. അന്ന് തോമസ് ഐസക് പറഞ്ഞത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള എക്സ്പോഷർ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിന് ശേഷം, അതായത് ഈ പർട്ടിക്കുലർ വായ്പയ്ക്ക് ശേഷം പിന്നീട് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് മസാല ബോണ്ട് വഴി ധനം സമാഹരിച്ചിട്ടില്ല. അപ്പോൾ എക്സ്പോഷറിന് വേണ്ടി ആണ് മസാല ബോണ്ട് എന്ന് പറഞ്ഞു. കൂടിയ പലിശക്കാണ് എടുത്തത്. ആഭ്യന്തര വിപണിയിൽ നിന്ന് അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് പണം എടുക്കാമെന്നിരിക്കെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പണം എടുത്തത് എന്തിനാണ്? അതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ എക്സ്പോഷറാണ്. നമ്മൾ ഇനി തുടർച്ചയായി ഇങ്ങനെ കാര്യം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനെന്ത് തുടർച്ച ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ എന്തിനാണ് കൂടിയ പലിശയ്ക്ക് പണം എടുത്തത്? അത് ചുമ്മാ ഒരു ജാടയായിരുന്നില്ലേ? നിങ്ങൾ ചുമ്മാ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ടൈപ്പ് ഓഫ് സാധനം, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഞങ്ങൾ മസാല ബോണ്ട് ഇറക്കുന്നു, ഇങ്ങനെ ജാട അതിനപ്പുറത്ത് ഈ മസാല ബോണ്ട് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടോ? ഈ
സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചു. അതിപ്പോൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് കടമെടുത്തിട്ടും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പണമെടുത്തത് എന്തിനാണെന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ ED കേസിൽ പറയുന്ന ഫെമ വയലേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല, അത് നിലനിൽക്കാനുള്ള സാധ്യതയുമില്ല. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയത്തിനെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല. പ്രതിപക്ഷം ഇത് സ്വാഭാവികമല്ലേ, ഇതിങ്ങനെ വരും എന്ന് BJP CPM ബാന്ധവമൊക്കെ ചില നേതാക്കൾ പറയുന്നുണ്ട്. അതിന് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും ഈ വിഷയത്തിൽ ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ലെന്ന് അറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, തോമസ് ഐസക്കിനെ ഹാജരാക്കാൻ പോലും EDക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന് തോമസ് ഐസക്ക് ഹാജരാവണം എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ EDക്ക് കഴിയാതെ പോയ ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്ന് പ്രതിപക്ഷത്തെ സംബന്ധിച്ചറിയാം. എന്ന് മാത്രമല്ല, ഇന്നലെയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും EDയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹി പോലീസിൽ പുതിയ കേസ് വന്നിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹെറാൾഡ് കേസും ഇപ്പം നമ്മൾ ഈ കിഫ്ബി കേസ് പറഞ്ഞതുപോലെ ഉള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക മണ്ടത്തര കേസാണ്. ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ പത്രമായിരുന്നു. അതിന്റെ ഈ ഏറ്റെടുക്കലും ഈ ഉടമസ്ഥത മാറ്റലും ഒക്കെ സംബന്ധിച്ച സാങ്കേതികത്വം മാത്രമേ അതിലുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പബ്ലിക് മണി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി അതിനകത്തില്ല. ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും പിന്നെ രാഹുൽ ഗാന്ധിയെയും ED പൂട്ടാൻ നടക്കുന്ന സമയത്ത് EDയുടെ വക്കാലത്തെടുത്ത് കോൺഗ്രസ് നേതാക്കളോ പ്രതിപക്ഷ നേതാക്കളോ വരുന്നത് ഗുണകരമാവില്ല എന്ന് കൂടി കണ്ടാവാം. തീർച്ചയായിട്ടും. എന്തായാലും നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്ന ഈ നോട്ടീസിനെ അത് ആ തരത്തിൽ മാത്രമേ നോട്ടീസ് വന്നു അതിന് സാങ്കേതികത്വമായി മാത്രം കണ്ടാൽ മതിയോ, ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനോ തിരിച്ചടിയാകുന്നോ തരത്തിലേക്കോ എന്തായാലും എത്തില്ല എന്നു തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.